بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربي إنه لا يفلح الكافرون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ ലോകത്തെ യാഗമാനം താളക്രമം തെറ്റാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സട്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. ശിർക്ക് ആരോപണമോ വസ്തുതയോ എന്ന ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ചയ്ക്ക് വേണ്ടി ഇവിടുത്തെ സംഘാടക സമിതി തെരഞ്ഞെടുത്ത് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊരു വിഷയം തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, മുജാഹിദ് പ്രസ്ഥാനം ഈ അടുത്തു നടത്തിയ വിജയകരമായ ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ ഇവിടുത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ എല്ലാ എതിരാളികളെയും ഒരുപോലെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഇതിനു മുമ്പ് മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന ക്യാമ്പയിനും അതിനെ തുടർന്ന് വന്ന മതം ഗുണകാംക്ഷയാണ് എന്ന ക്യാമ്പയിനും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം ഒന്നുകൂടി ജനമനസ്സുകളിൽ അരക്കിട്ടുറപ്പിക്കുന്നതിന് സഹായകമായി. അതോടൊപ്പം എതിരാളികളുടെ വാദങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്നതിനും ആ ക്യാമ്പയിനുകൾ ഉപകരിച്ചു. പൊതുജന പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായ ആസൂത്രണം കൊണ്ടും ക്യാമ്പയിനുകൾ വിചാരിച്ചതിലധികം വിജയം കണ്ടതിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ എതിരാളികൾ വളരെയേറെ അസ്വസ്ഥരാണ്. അങ്ങനെയാണ് കുബൂരി ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരു ചെറിയ ഗ്രൂപ്പ് ശിർക്കാരോപണമോ ഗുണകാംക്ഷ എന്ന പേരിൽ ഒരു ബദൽ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏത് ക്യാമ്പയിൻ നടത്തിയാലും അതൊക്കെ സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടിയുള്ള ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിനും അത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ ശിർക്കാരോപണത്തിനെതിരെ സുന്നികളായ നാം ഒന്നിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഭാഗം ചിലയിടങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. കേരളത്തിലെ വിരലിലെണ്ണാവുന്ന മഹല്ലുകളിൽ മാത്രമേ ഈ സാധനമുള്ളൂ എങ്കിലും ചിലയിടങ്ങളിലൊക്കെ ഞങ്ങൾക്കാണ് ഇവിടുത്തെ കുബൂരിസത്തിൻ്റെ ആശയപരമായ മേധാവിത്വം എന്ന് തോന്നിപ്പിക്കും വിധം എല്ലാവരും
ഞങ്ങളുടെ കീഴിലാണ് എന്ന് തോന്നിപ്പിക്കും വിധം ചില പൊറാട്ട് നാടകങ്ങളൊക്കെ ഈ വിഭാഗം നടത്താറുണ്ട്. കേരള സുന്നി ജമാഅത്ത് എന്ന പേരിൽ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കുക എന്ന പേരിൽ ഒരു പോസ്റ്റർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ പലയിടത്തും കണ്ടു കാണും. മൂലക്കുരു ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ചില പോസ്റ്ററുകൾ ചിലക്കൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ 12 പോസ്റ്റർ ഒന്നിച്ചൊട്ടിക്കുക, മൂലക്കുരു എന്നിങ്ങനെ വലുതായി കാണാം എന്നതുപോലെ ഈ മൂലക്കുരു പോസ്റ്റർ പോലത്തെ ചില പോസ്റ്ററുകൾ, അതുപോലെ നക്സലൈറ്റുകളുടെ പോസ്റ്റർ. നക്സലൈറ്റുകാരുടെ സാധനം 1% കൂടി നാട്ടിലുണ്ടാവില്ല, CPI ML എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പോസ്റ്റർ കണ്ടാത്തൊന്നും അങ്ങാടി മുഴുവമ്പരാണ് എന്നതുപോലെ കൂലിക്കാരെ വിളിച്ചിട്ട് പോസ്റ്റർ ഒട്ടിക്കുകയാണ്. കേരള സുന്നി ജമാഅത്ത് ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കുക. അന്ന് തന്നെ ഞങ്ങൾ മറുപടി കൊടുത്തു, ശിർക്ക് നിർത്തൂ, വിമർശനം നിർത്താം. അത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ക്യാമ്പയിന് ശേഷം ഇതാ വീണ്ടും ശിർക്കാരോപണം ഗുണകാംക്ഷയോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ ഇപ്പോൾ മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ ശിർക്കുണ്ട് എന്ന കാര്യം ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ പറഞ്ഞു പോന്നിട്ടുള്ളൊരു വസ്തുതയാണ്. വെറുതെ ആരോപിച്ചതല്ല. ആരോപണം എന്ന് പറഞ്ഞാൽ തന്നെ തെളിവില്ലാതെ വെറുതെ പറയാന്നുള്ളതാണ്. അങ്ങനെ തെളിവില്ലാതെ പറഞ്ഞതല്ല, ജീവിച്ചിരിക്കുന്ന വ്യക്തമായ തെളിവുകളുടെ വെളിച്ചത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നു മാത്രമല്ല, ഒരാൾ മുജാഹിദാകുന്നത് തന്നെ സമുദായത്തിൽ ശിർക്കുണ്ട്, അതിൻ്റെ ഈ കൂട്ടത്തിൽ ഞാൻ നിന്നാൽ എനിക്ക് പരലോകം നഷ്ടപ്പെടും എന്ന് തിരിച്ചറിയുമ്പോഴാണ്. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ തൗഹീദിന്റെ വെളിച്ചമെത്തിക്കുവാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സാധിച്ചത്. ശിർക്ക് ആരോപണമല്ലെന്നും അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണെന്നും ഈ പ്രസ്ഥാനത്തിന് കൂടെയുള്ളവർക്ക് മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിന്റെ എതിരാളികൾക്കും അറിയാം. പക്ഷേ ശിർക്ക് പലർക്കും ജീവിത മാർഗമാണ്. മതവാണിഭക്കാരെ സംബന്ധിച്ചിടത്തോളം ശിർക്കിനെ തൗഹീദായി വ്യാഖ്യാനിച്ച് സമുദായത്തിൽ അത് അരക്കിട്ടുറപ്പിച്ചെങ്കിൽ മാത്രമേ തങ്ങളുടെ വയറ്റുപഴപ്പ് അതിന് മറവിൽ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയവരാണ് ശിർക്കിനെ തൗഹീദായി അട്ടിമറിച്ചുകൊണ്ട് വാചക കസർത്തുകളിലൂടെയും പ്രമാണങ്ങളിലെ തിരിമറികളിലൂടെയും ഈ ശിർക്കിനെ കേരള മണ്ണിൽ വീണ്ടും അരക്കിട്ടുറപ്പിക്കാനും പിടിച്ചു നിർത്താനും ശ്രമിക്കുന്നത്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും, എത്ര കോടികൾ വാരിവതറിയിട്ടും, എത്രയെത്ര റിസർച്ച് കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടും, എത്രയോ വായാടികളെ ഇറക്കി വിട്ടിട്ടും ആളുകൾ തങ്ങളുടെ പാളയത്തിൽ നിന്ന് ചോർന്നു പോകുന്നു എന്ന തിരിച്ചറിവ് മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. എല്ലാ ഗ്രൂപ്പുകളും അവരുടേതായ ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഈ ശിർക്കിനെ നിലനിർത്താൻ വേണ്ടി പ്രത്യേകം ദുർവ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്നതിനെ നേരിടാൻ വേണ്ടി ഒരു കൂട്ടര് പറയുന്നു, വയ്യദ്ദീൻ ഷേഖ് അല്ലെങ്കിൽ ബദരീങ്ങള് അവരൊക്കെ സ്വമതാണ് എന്ന് വിശ്വസിച്ച് വിളിച്ചാലേ ശിർക്കാവുകയുള്ളൂ. സ്വമതെന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തരാണ്, സ്വന്തമായി സ്വയം കഴിവുള്ളവരാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാകുള്ളൂ. അതേസമയത്ത് സ്വയം കഴിവുള്ളവനായ അള്ളാഹു, സ്വയം പര്യാപ്തനായ അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവ് കൊണ്ടാണ് അവർ ഞങ്ങളെ സഹായിക്കുന്നത് എന്ന വിശ്വാസത്തിൽ വിളിച്ചാൽ അത് ശിർക്കാവുകയില്ല. അതാണ് AP ഗ്രൂപ്പിന്റെ വാദം. എന്നാൽ EK ഗ്രൂപ്പ് വേറെന്നാ പറയുന്നത്, പരമമായ അനുഗ്രഹദാതാവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാലേ ശിർക്കാകുള്ളൂ. ഞങ്ങൾ വൈദ്യ ഷെയ്ഖോ ബദരീകളോ പരമമായ അനുഗ്രഹദാതാവെന്ന് വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ശിർക്കല്ല. മൂന്നാം ഗ്രൂപ്പുകാരായ ആനസുന്നി എന്ന സംസ്ഥാന സുന്നിക്കാര് പറയുന്നത് റബ്ബാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ ശിർക്കാകൂ. അത് പണ്ടേ അവിഭക്ത സമസ്ത പറഞ്ഞു പോന്നിരുന്ന ഒരു വാദമാണ്. ഇലാഹാണെന്ന് വിശ്വസിച്ച് വിളിച്ചാലേ ശിർക്കാകും. അതിന്റെ മറ്റൊരു പതിപ്പാണ് റബ്ബ് എന്ന് വിചാരിച്ച് വിളിച്ചാലേ എന്താകുള്ളൂ, ശിർക്കാകുള്ളൂ. ഇലാഹി എന്നും റബ്ബ് എന്നതും ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണെന്നും അതുകൊണ്ട് അവിഭക്ത സമസ്തയും പഴയകാല സുന്നി ഉലമാക്കളും പറഞ്ഞിരുന്ന വാദമാണ് ഞങ്ങൾ പറയുന്നതെന്നുമാണ് ഇവർ വാദിക്കുന്നത്. ഈ കേരള സുന്നി ജമാഅത്ത് എന്ന സാധനം ഉണ്ടാകാൻ ചെറിയ ഒരു സാഹചര്യം ഉണ്ടായി. എന്താ സാഹചര്യം എന്ന് ചോദിച്ചാൽ, ഇവർ സമസ്തയിൽ നിന്ന് തെറ്റിപ്പോയി. സ്പീക്കറിൽ ഖുത്ബ പറയൽ ഹറാമാണ്, സ്പീക്കറിൽ ബാങ്ക് കൊടുക്കൽ ഹറാമാണ്, ഇന്നത്തെ നോട്ടിന് സക്കാത്തില്ല, ഇന്നത്തെ ബാങ്ക് പലിശ പലിശല്ല
എന്നൊക്കെയുള്ള പല നൂതനവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് സമസ്തയിൽ പ്രത്യക്ഷപ്പെട്ടു സദക്കത്തുള്ള മൗലവിയും കൂട്ടരും. അവസാനം അവർ സമസ്തയെ ഉപേക്ഷിച്ച് സംസ്ഥാന എന്ന പേരിൽ വേറൊരു സംഘടന ഉണ്ടാക്കി. എന്നിട്ട് സമസ്ത ശരിയല്ലെന്നും സമസ്ത പിഴച്ചതാണെന്നും സ്ഥാപിക്കാൻ കുറെ കാലം സമസ്തയെ ചീത്തറിഞ്ഞുകൊണ്ട് കിടന്ന് സമസ്തക്കാരുടെ പിഴച്ച ഫത്വകൾ ഇവരുടെ ബുക്കിന്റെ പേരാ. അങ്ങനെ ഫത്വകളിലൂടെ പോലും പിഴച്ചുപോയ ഒരു കൂട്ടരാണ് സമസ്ത എന്ന് പറഞ്ഞിട്ട് സമസ്തയെ ആക്ഷേപിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷേ APEK എന്നല്ലാതെ ആന എന്നതിൽ വരുന്നില്ല. അത് ഇർക്കപ്പ് മാനിയിൽ ബാവ് മുങ്ങിപ്പോയ മാതിരി ഇവർ രണ്ടാടിയും തർക്കത്തിനടിയിൽ സാധനം മുങ്ങിപ്പോയി. അങ്ങനെ ആനസുന്നികള് അടവൊന്നു മാറ്റി. അതാണിപ്പോ പുതിയ അടവ്. ഇതാ നമുക്കെതിരിൽ വഹാബികൾ വീണ്ടും ശിർക്കാരോപണം തുടരുന്നു, അതുകൊണ്ട് നമുക്ക് ഒന്നിക്കാം. കുറെ കാലം സമസ്തയെ ചീത്തറിഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ പിന്നെ സമസ്തക്കാരെയും കൂടി കൂട്ടുപിടിക്കാവുന്നവര് എന്നാ ഞമ്മക്കൊന്ന് ആളാകുകയും ചെയ്യാ. ഞമ്മക്കാണ് ശിർക്ക് നേരെ തിരിഞ്ഞത്, നിങ്ങൾ ഞമ്മള് പിന്നിൽ നിന്നോളി, ഇന്നാ വഹാബികളൊക്കെ ഇപ്പൊ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞാണ്ടാണ് ഇപ്പോ മമ്പാട്ട മൂപ്പര് ഇറങ്ങിയിട്ടുള്ളത്. മൂപ്പർക്ക് ആളാകാൻ വേണ്ടി കുറെ മൂപ്പര് ഇങ്ങനെ ആളാകാൻ നടക്കണ്. എന്നിട്ട് ഇങ്ങനെ നേർക്കുനേർ എന്നൊക്കെ പറഞ്ഞ് മുഖാമുഖം സംഘടിപ്പിക്കും. ചോദ്യം ചോദിക്കാൻ വന്നവൻ അങ്ങോട്ട് ചോദിച്ചു ഉത്തരം മുട്ടിക്കും. അങ്ങനെയൊക്കെയുള്ള പണിയുണ്ട്. മൂപ്പർക്ക് ഉത്തരം കിട്ടൂല എന്ന് കണ്ടാ മൂപ്പര് എന്ത് പറയും? ഇല്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ആരും ഒന്നും കാട്ടൂല, ആരും അദ്ദേഹത്തൊന്നും കാട്ടില്ല. അദ്ദേഹം ചോദിച്ചോട്ടെ, ആരും ഒന്നും കാട്ടണില്ല, കാട്ടാൻ പോണില്ല. പക്ഷെ ആളുകളെ ഇളക്കി വിടുകയാണ്. ആ രീതിയിലൊക്കെ മുഖാമുഖവും നാടകങ്ങളും പൊറാട്ട നാടകങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ശിർക്കിനെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. കേരള സുന്നി ജമാഅത്ത് താൽക്കാലിക വിലാസം പാപ്പിനിപ്പാറ. അതിപ്പോഴും പാപ്പിനിപ്പാറിനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തൽക്കാലം ഞങ്ങൾ മാത്രമേ അതിലുള്ളൂ. ഇവർ നാദാപുരത്തെ ഒരു മീറ്റിംഗ് വിളിച്ചു. APEK ആനയൊക്കെ പാടില്ല ലിസ്റ്റ്. ചെന്ന് നോക്കുമ്പോ ആന മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ് ആനയെ കണ്ടപ്പോൾ ടൈഗർ ഓടിപ്പോയി. ടൈഗർ സുന്നി വെറലി പിടിച്ചു പോയി ആനനെ കണ്ടിട്ട്. കാരണം ഒറ്റ ഏയ്ക്കയും പോയില്ല, ഒറ്റ APയും പോയില്ല, ആന മാത്രം. അതാ വിത്ത് തന്നെ ഒന്നും കൂടി നന്നാക്കിയിട്ട് ഞങ്ങളുടെ ഒരു സംഘടനയുടെയും പേരിലല്ല പറയുന്നത്, ഞങ്ങൾക്ക് പ്രത്യേക ഗ്രൂപ്പില്ല, ഞങ്ങൾ സുന്നികളെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്. എന്നിട്ടോ ക്ലോസറ്റിലെ വെള്ളം മാതിരി ആ പഴയത് തന്നെ, കുറച്ച് വെള്ളം വെച്ചാൽ അത് ബാക്കിയാണ് പോകും, ആ കുറച്ച് തന്നെ. അങ്ങനെയാണ് ഇപ്പോ കേരള സുന്നി ജമാഅത്ത് എന്ന സാധനം സുന്നികൾ ഐക്യപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. എന്താണ് ഐക്യത്തിന്റെ ഫോർമുല? മുടക്കുമുതൽ വഹാബി വിരോധം. ഈ ശിർക്കാരോപണത്തിനെതിരിൽ ഒന്നിക്കണം എന്നാ. ശിർക്കാരോപണം ഞങ്ങൾ ഇന്ന് തുടങ്ങിയതാ? ഞങ്ങൾ 1-ാം തീയതി തുടങ്ങിയല്ലേ? ഞങ്ങളെ ശിർക്കാരോപണം നിലനിൽക്കുകയല്ലേ സമസ്തയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പുറത്തുപോയത്? സമസ്തയെ ഒന്ന് ശക്തിപ്പെടുത്തിയാലല്ലേ ഈ ശിർക്കാരോപണത്തിനെതിരെ നിങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുമെന്നുള്ളൂ. ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന കാലത്ത് ഇത് പൊളിച്ച് പുറത്തു പോയാൽ ആ പറഞ്ഞ പണിയൊന്നും നടക്കായിട്ട് ഇപ്പൊ പുതിയ പണിയും കൊണ്ടിറങ്ങിക്കാണ്. ഞമ്മക്കൊന്ന് ഐക്യപ്പെട്ടറിയാം. നിങ്ങൾ ഇനി എല്ലാ ഖുബൂരി ഗ്രൂപ്പും ഷിയാക്കളെയും കൂടി കൂട്ടിക്കോളി, എന്നാലും ഞങ്ങൾക്കൊരു ചുക്കില്ല. ഞങ്ങൾ പറയാനുള്ള ആശയം ഇൻഷാ അല്ലാഹ് ഈ രാജ്യത്തെ പ്രബോധന സ്വാതന്ത്ര്യം അത് മുതലെടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അതിന് APEK ആന ടൈഗർ എല്ലാരും കൂടി യോജിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ശിർക്ക് ആരോപണമോ വസ്തുതയോ? തൗഹീദും ശിർക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുഖ്യ വിഷയമാണ്. തൗഹീദിന്റെ പ്രാധാന്യം ഈ നാട്ടിൽ ആളുകളെ പഠിപ്പിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. വിശുദ്ധ ഖുർആനിലെ 1/3 ഭാഗത്ത് പരാമർശിച്ചിട്ടുള്ളത്, അമ്പിയാക്കൾ ആസകലവും പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന തൗഹീദാണ്. ഈ കാര്യം ഞങ്ങൾ ആവർത്തിച്ച് ജനങ്ങളെ പഠിപ്പിച്ചു. ലോകത്ത് വന്നിട്ടുള്ള അമ്പിയാക്കൾ ലോകത്തിന്റെ വിവിധ കോണുകളിലാണ് വന്നത്, ചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലാണ് വന്നത്. എന്നിരുന്നാലും അവരൊക്കെയും യോജിച്ചൊരു പോയിന്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നിനക്ക് മുമ്പ് നാം ഒരു റസൂലിനെയും അയച്ചിട്ടില്ല മുഹമ്മദേ, അവർക്കൊക്കെയും ഞാനല്ലാതെ ഇലാഹില്ല, ആരാധനക്ക് അർഹനില്ല, അതിനാൽ എന്നെ ആരാധിക്കുക എന്ന സന്ദേശം നൽകാതെ ഒരൊറ്റ ദൂതനെയും ഞാൻ താങ്കൾക്ക് മുമ്പ് അയച്ചിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അംബിയയിൽ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ എല്ലാ നബിമാരും പ്രബോധനം ചെയ്ത തത്വമാണത്. നബിമാർ വരുന്ന നാട്ടിൽ ഒരുപാട് ജീർണതകൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക രംഗത്തെ ജീർണതകൾ, രാഷ്ട്രീയ രംഗത്തെ ജീർണതകൾ,
കുടുംബരംഗത്തെ ജീർണതകൾ, സാംസ്കാരിക രംഗത്തെ ജീർണതകൾ. പക്ഷേ ആ ജീർണതകളെക്കാൾ എല്ലാം ഉപരി ഏറ്റവും വലിയ ജീർണത അത് വിശ്വാസരംഗത്തെ ജീർണതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുദൈവ വിശ്വാസത്തിനെതിരിൽ, ശിർക്കിനെതിരിലാണ് അമ്പിയാക്കൾ ഏറ്റവും അധികം പ്രവർത്തിച്ചത്. അവരുടെ പ്രബോധനത്തിന്റെ കേന്ദ്ര ബിന്ദു തൗഹീദായിരുന്നു. അവരുടെ പ്രവർത്തനം കറങ്ങിയിരുന്ന അച്ചുതണ്ട് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു. യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനെ കൂടാതെ നിങ്ങൾക്കൊരു ഇലാഹുമില്ല എന്ന തത്വമാണ് അമ്പിയാക്കൾ സമൂഹ മധ്യത്തിൽ വന്ന് ആദ്യമായി ഉറക്കെ പറയുന്ന സത്വം. അങ്ങനെയാണ് അമ്പിയാക്കളുടെ പ്രബോധനം നാം കാണുന്നത്. ആ അമ്പിയാക്കളുടെ പ്രബോധനത്തെ മാതൃകയാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ദഅവത്ത് രംഗത്ത് എക്കാലത്തുമുള്ള മുസ്ലിം സംഘടനകൾക്കും വ്യക്തികൾക്കും മാതൃക അമ്പിയാക്കളാണ്. അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ നടന്ന ദഅവത്താണ് അമ്പിയാക്കളുടെ ദഅവത്ത്. അമ്പിയാക്കൾ സ്വന്തമായി ഗവേഷണം ചെയ്തോ പരീക്ഷണം നടത്തിയോ കണ്ടുപിടിച്ചതല്ല അവരുടെ ദഅവത്തിന്റെ അജണ്ട. ഏതിന് ഊന്നൽ കൊടുക്കണം, ഏതിന് പ്രാധാന്യം കൽപ്പിക്കണമെന്ന് അമ്പിയാക്കൾ പരീക്ഷണം നടത്തി മനസ്സിലാക്കിയതല്ല. മറിച്ച് അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ നടന്ന ദഅവത്താണ് അമ്പിയാക്കളുടെ ദഅവത്ത്. 18ഓളം നബിമാരുടെ ചരിത്രം ഓർമ്മപ്പെടുത്തിയ ശേഷം ഖുർആൻ പറയുന്നു, ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. ആ പ്രവാചകന്മാർ അവരെയാണ് അള്ളാഹു സന്മാർഗത്തിലാക്കിയത്, ആ സന്മാർഗത്തെ നീ പിന്തുടരുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അമ്പിയാക്കൾ ഊന്നൽ നൽകിയത് തൗഹീദിനായിരുന്നു. ശിർക്കിനെതിലുള്ള പോരാട്ടമായിരുന്നു അമ്പിയാക്കളുടെ ദഅവത്തിലെ മുഖ്യ അജണ്ട. സ്വാഭാവികമായും അമ്പിയാക്കളുടെ ദഅവത്തിനെ വരതെറ്റാതെ അനുകരിക്കണമെന്ന് ആഗ്രഹമുള്ള ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ തുടക്കം മുതൽ തന്നെ ശിർക്കിനെ തുറന്നുകാട്ടി തൗഹീദിനെ ഉമ്മത്തിൽ സ്ഥാപിക്കുവാനുള്ള പരിശ്രമങ്ങളിലാണ് എക്കാലത്തും ഏർപ്പെട്ടു പോന്നിരുന്നത്. പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനത്തെ പരിചയമില്ലാത്ത പല ആളുകളും ഈ ദൗത്യത്തെക്കുറിച്ച് ഒരുപക്ഷെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ തർക്കത്തിന്റെ മർമ്മം? പണ്ട് മുതൽക്കേ വാദപ്രതിവാദങ്ങളിലൊക്കെ വ്യവസ്ഥ എഴുതുമ്പോൾ ആദ്യമായി എഴുതുന്ന വിഷയം മുഹയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അത് ശിർക്കാകുന്നു. എന്നാൽ മുജാഹിദ് വാദം, അതേ സമയത്ത് സുന്നി എന്ന് അവകാശപ്പെടുന്ന, സുന്നി എന്നവരെ കുറിച്ച് പറയാൻ പാടില്ല, കാരണം അവർക്ക് സുന്നത്തിന് ഇല്ലാത്ത ഒരുപാട് ബിദ്അത്തുകൾ, ഉടുക്കാനും പുതക്കാനും വിരിക്കാനും ബിദ്അത്തുള്ള കൂട്ടരാണ് ഞങ്ങൾ സുന്നിയാന്നും പറഞ്ഞ് നടക്കുന്നത്. ഉമർ മൗലവി റഹിമഹുല്ല പറഞ്ഞതുപോലെ പല്ലില്ലാത്തവനെ പല്ലൻ എന്ന് വിളിക്കുന്നത് പോലെയാണ് കേരളത്തിലെ സുന്നികളെ സുന്നി എന്ന് വിളിക്കുന്നത്. ഏതായാലും അങ്ങനെ പറഞ്ഞാൽ സുന്നി എന്ന് പറയുമ്പോൾ സിംഗിൾ കൊട്ടേഷനിൽ മനസ്സിലാക്കുക. കേരള സുന്നി അവർ പറയണ ആ സുന്നി യഥാർത്ഥ ഇസ്ലാമിലെ സുന്നിയല്ല. ഏതായിരുന്നാലും അവരെ വാദം എന്താ? മുഹയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോടുള്ള ഇസ്തിഗാസ അത് ജായിസാകുന്നു. ജായിസ് എന്ന് പറഞ്ഞ് കുറെ കാലം നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ജായിസ് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെയ്യും ചെയ്യാ, ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പൊ പല വാദപ്രയോഗത്തും നമ്മൾ ചോദിച്ചു, നിങ്ങളൊരാൾ മരിച്ചുപോയി, അള്ളാനെയും വിളിച്ചു, ഔലിയാക്കന്മാരെയും വിളിച്ചു, അമ്പിയാക്കളെയും വിളിച്ചു. ഞങ്ങളൊരാൾ മരിച്ചുപോയി, അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു. രണ്ടാളും മരിച്ചു എന്നാ ഒരുപോലെ എന്നല്ലേ ജായിസാണെന്ന അർത്ഥം? അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചോന് പ്രത്യേക കൂലിയില്ല, അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണേ ഒഴിവാക്കി ജീവിച്ചോന് പ്രത്യേക ശിക്ഷയില്ല. എന്തിനാ പിന്നെ നമ്മൾ ഈ സമുദായത്തിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചു. ഉത്തരം മുട്ടിയപ്പോൾ മുസ്ലിയാക്കന്മാര് ജായിസിനെ ഒന്നുകൂടി കനപ്പിച്ചു. വെറും ജായിസ് മാത്രമല്ല, കൂടുതൽ ഫലപ്രദമാണ്. ഇപ്പൊ പറയുന്നത് പുണ്യകർമ്മമാണ്. ഉദ്ധരിക്കുന്ന തെളിവ് കേട്ട ഇസ്തിഗാസ ഉജൂബാണ്. അവിടേക്കപ്പോ കുബൂരി ഗ്രൂപ്പുകൾ വാദിച്ച് 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 എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തർക്കം വന്നാൽ എന്തു വേണം? തർക്കത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. വല്ല കാര്യത്തിലും നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ നിങ്ങൾ ആ കാര്യത്തെ അള്ളാഹുവിലേക്ക് മടക്കണം, അഥവാ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനിലേക്ക് മടക്കണം. വറസൂൽ, പ്രവാചകനിലേക്ക് മടക്കണം. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ പ്രവാചകനോട് നേരിട്ട് പോയി ചോദിക്കാം. പ്രവാചകന്റെ വഫാത്തിന് ശേഷമാണെങ്കിലോ ഇലാ സുന്നത്തിഹി ബഅദ വഫാത്തിഹി, തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിലേക്ക് മടക്കണം അവിടുത്തെ വഫാത്തിന് ശേഷം. ഇതാണ് പരിശുദ്ധ ഖുർആനും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ തർക്ക വിഷയം വന്നാൽ അള്ളാഹുവിലേക്ക് മടക്കണം, അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടക്കണം, അഥവാ ഖുർആൻ അനുസരിച്ച് പരിഹരിക്കണം. പിന്നെ ഖുർആനിന്റെ ആധികാരിക വ്യാഖ്യാനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അനുസരിച്ച് പരിഹരിക്കണം. ശരി, നമുക്ക് പരിശോധിക്കാമല്ലോ.
പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന തത്വം എന്താ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ തത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അല്ലേ? എല്ലാ അമ്പിയാക്കളും ഐക്യപ്പെട്ടു പറഞ്ഞ തത്വം. മുസ്ലിം സംഘടനകളൊക്കെയും മദ്രസയിൽ പഠിപ്പിക്കുന്നു ഒന്നാമത്തെ കലിമ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇലാഹ ഒരു ഇലാഹുമില്ലെന്ന്, ഇല്ലല്ലാഹു അല്ലാഹു ഒഴികെ, ആരാധനക്കർഹനായി അല്ലാഹു ഒഴികെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാണ് എല്ലാവരും മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അർത്ഥവും ഒരേ രൂപത്തിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇലാഹിന്റെ അർത്ഥം ചില ആളുകളൊന്നും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അൽ മുസ്തഹിഖുൽ ഇബാദ, ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഒരു മുസ്ലിമിന്റെ ഇബാദത്തുകൾ അഖിലവും അള്ളാഹുവിന്റെ മാത്രമായിരിക്കണം. ഇബാദത്തിന്റെ ചെറുതും വലുതുമായ മുഴുവൻ അംശങ്ങളും അള്ളാഹുവിന് മാത്രം അർപ്പിച്ചാൽ മാത്രമേ ഒരാൾ മുഅ്മിനാവുകയുള്ളൂ. ഇതാണ് ഇബാദത്തിനെ സംബന്ധിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും ഓരോ മുസ്ലിമും ഇവിടെ ചോദിക്കേണ്ടതുണ്ട്, സ്വയം ചോദിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്, എന്തൊക്കെയാണ് ഇബാദത്ത്. കാരണം എന്തൊക്കെ ഇബാദത്താണെന്ന് മനസ്സിലാക്കി അതൊക്കെയും അള്ളാഹുവിന് അർപ്പിക്കണം. നിസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, സക്കാത്ത് ഇബാദത്താണ്, എല്ലാവർക്കും അറിയാവുന്നതാണതൊക്കെ. പക്ഷെ അത് മാത്രമല്ല ഇബാദത്ത്, ദുആയും ഇബാദത്താണ്. ഇത് പലപ്പോഴും മുജാഹിദുകൾ അല്ലാത്ത ആളുകൾക്ക് വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഞങ്ങൾ എതിരോ? ഞങ്ങൾ നിസ്കരിക്കണം അല്ലാഹ്ക്കും വേണ്ടിയല്ലേ, ഞങ്ങൾ നോമ്പെടുക്കണം അല്ലാഹ്ക്കും വേണ്ടിയല്ലേ, ഞങ്ങൾ ഹജ്ജ് ചെയ്യണം അല്ലാഹ്ക്കും വേണ്ടിയല്ലേ, പിന്നെ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഞങ്ങൾ എതിര് ചെയ്യുന്നത്? അപ്പോ ഇബാദത്തുകളെ കൂട്ടത്തിൽ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രമേ അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുപോലെയുള്ളൊരു ഇബാദത്താകുന്നു ദുആ. ആരാധന എന്ന് പറയുന്ന ഇബാദത്ത് അതോടെ വ്യാപകമായ അർത്ഥത്തിലുള്ള പ്രയോഗമാണ്. അതിന്റെ പല ഇനങ്ങളാണ് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. അതിൽപ്പെട്ട ഒരു ഇനമാകുന്നു ദുആ. റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു വഅലം അന്ന ദുആ നൗഉം മിൻ അൻവാഇൽ ഇബാദ. സൂറത്ത് അഅറാഫിൽ 55-ാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ നീ മനസ്സിലാക്കണം, ദുആ എന്നത് ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാകുന്നു. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം തന്നെ എഴുതി ഫകമാ അന്നഹു സുബ്ഹാനഹു വ തആല അമറ ബിസ്സലാത്തി വസ്സൗമി ഫകദാലിക അമറ ബിദ്ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കണമെന്ന് കൽപ്പിച്ചു, നോമ്പെടുക്കണമെന്ന് കൽപ്പിച്ചു, അതുപോലെ ദുആ ചെയ്യണമെന്നും കൽപ്പിച്ചു. അപ്പൊ നിസ്കാരം പോലെ നോമ്പ് പോലത്തെ ഒരു ഇബാദത്തിന്റെ ഇനമാകുന്നു ദുആ എന്ന് പണ്ഡിതന്മാരൊക്കെയും വിശദീകരിച്ചിട്ടുണ്ട്. പള്ളി ദർസ് ഭാഷയിൽ പറഞ്ഞ ഇബാദത്ത് ആമാണ്, അതിലെ ഖാസായ ഒരു കാര്യമാകുന്നു ദുആ എന്നത്. ഫത്ഹുൽ ബാരിയിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ന ദുആ അഖസ്സു മിനൽ ഇബാദ. ദുആ എന്നത് ഇബാദത്തിന്റെ ആമല ഖാസാണ്. ഫമൻ ഇസ്തക്ബറ അനിൽ ഇബാദ, ആരെങ്കിലും ഇബാദത്ത് ചെയ്യാതെ അഹങ്കരിച്ചാൽ ഇസ്തക്ബറ അനി ദുആ, അവൻ ദുആയിൽ നിന്ന് അഹങ്കരിച്ചു എന്ന് പറയാവുന്നതാണ്. ഇത് മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ പഠിപ്പിച്ചു പോന്നിട്ടുണ്ട്. അദ്ദുആ ഹുവൽ ഇബാദ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അസ്ഹാബുസ് സുനൻ, അതായത് അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി തുടങ്ങിയ 4 അസ്ഹാബുസ് സുനനും ഇമാം അഹ്മദും ഇബ്നു അബീ ശൈബയും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ് ഇന്ന ദുആ ഹുവൽ ഇബാദ. പ്രാർത്ഥന അതാകുന്നു ആരാധന. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തെളിവെന്നോണം ഒരു ആയത്ത് ഓതി കൊടുത്തു. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നെ വിളിച്ചു തേടൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എനിക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ നിന്നും ആരെങ്കിലും അഹങ്കരിച്ചു മാറി നിന്നാൽ അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. കണ്ടോ, എന്നെ വിളിച്ചു തേടൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അത് അള്ളാഹു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ലോകത്ത് വേറാരും പറഞ്ഞിട്ടില്ല. വേറെ ആർക്കും അത് പറയാൻ അർഹതയോ അവകാശമോ ഇല്ല, ആരും അത് പറയുകയുമില്ല. അപ്പൊ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്നും ആ പ്രാർത്ഥന ഇബാദത്താണെന്നും ഈ ആയത്തിൽ തന്നെ തെളിവുണ്ട്. ഉദ്ഊനി എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചാണ് പിന്നീട് ഇബാദത്തി എന്ന അതേ ആയത്തിൽ തന്നെ എടുത്തു പറഞ്ഞത്. മാത്രമല്ല, പ്രാർത്ഥിക്കുക എന്നത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. മനുഷ്യൻ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കട്ടെ, സാമ്പത്തികമായും വൈജ്ഞാനികമായും ആരോഗ്യപരമായും ഒരുപാട് നേട്ടങ്ങൾ മനുഷ്യൻ കൈവരിച്ചാലും അള്ളാഹുവിനോട് തേടുക എന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവന് കഴിയില്ല. യാ അയ്യുഹന്നാസ് അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യരെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. എനിക്ക് അള്ളാന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഞാൻ തന്നെ മതി എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല.
നിങ്ങളെല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു മാത്രമാകുന്നു സ്തുത്യർഹനായ ഐശ്വര്യവാൻ. ആരുടെയും ആവശ്യമില്ലാത്തവൻ അള്ളാഹു മാത്രമാകുന്നു. അപ്പൊ പ്രാർത്ഥിക്കുക എന്നത് മനുഷ്യ പ്രകൃതിയുടെ തേട്ടമാണ്. എപ്പോഴും മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അള്ളാഹു എന്നോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റാരോടും പ്രാർത്ഥിക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അള്ളാഹുവോടൊപ്പം നിങ്ങൾ മറ്റാരോടും പ്രാർത്ഥിക്കരുത്. ഒരുപാട് കാലം മുസ്ലിയാക്കന്മാർ ഈ ആയത്തിനെ കളിയാക്കി ഓൽക്കൊണ്ടൊരു വഅന്നൽ മസാജിദ ലില്ലാഹ്. അവസാനം ആലുവ സംവാദത്തിൽ അഹ്സനി തന്നെ ഓതി അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഖുർആൻ പഠിപ്പിക്കുന്നു എന്നിട്ട് ഈ ആയത്താ ഓതിയത്. എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെ വിലക്കുകയും സൃഷ്ടികളോട് ദുആ ചെയ്യുന്നതിലെ വിഡ്ഢിത്തം ഓർമ്മപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന ഈ തത്വം അത് അനുചിതമായ മുദ്രാവാക്യമാണെന്നും ഒരിക്കലും ഉചിതമായ ഒരു മുദ്രാവാക്യമല്ലെന്നും ആ അനുചിതമായ മുദ്രാവാക്യമാണ് അമ്പിയാക്കൾ അഖിലവും പറഞ്ഞത് എന്നത് അത് അമ്പിയാക്കളെ കുറിച്ചുള്ള ദുരാരോപണമാണെന്നും ഒരൊറ്റ നബിയും ഒരൊറ്റ വേദഗ്രന്ഥവും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പഠിപ്പിച്ചിട്ടില്ലെന്നുമാണ് കേരള സുന്നി ജമാഅത്തിന്റെ വലിയ വായാടി മുസ്ലിയാർ പ്രസംഗിച്ചു നടക്കുന്നത്. ആദ്യമായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന ക്ലിപ്പ് അതാണ്. ഒന്ന് കേട്ടോളൂ. 24,000 അമ്പിയാക്കന്മാരും ഈ അനുചിതമായ മുദ്രാവാക്യം മുടക്കാനാണ് വന്നതെന്നും ഇത് ലോകത്ത് സ്ഥാപിക്കാനാണ് വന്നതെന്നും ആദം നബി മുതൽക്കുള്ള പ്രവാചകന്മാരെ കുറിച്ചെല്ലാം പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ആരോപണമാണ്, ദുരാരോപണം. ഈ വ്യർത്ഥമായ അർത്ഥശൂന്യമായ വാചകങ്ങളൊന്നും അമ്പിയാക്കന്മാർ പഠിപ്പിക്കൂല. ഇതുകൊണ്ട് ഒരൊറ്റ നബിയും ആ ശബ്ദം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്യം ഒരു വേദത്തിലും ഇല്ലതാനും. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്ന ഒരു വാക്യം ഒരു വേദത്തിലും പഠിപ്പിച്ചിട്ടില്ല. ഒരു വേദത്തിലും അതിന് സമാനമായ ശബ്ദമില്ല. ഇത്തരം ഒരു ശബ്ദം പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത് എന്ന് പറയല് പിന്നല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത് നബിമാരെ ഒക്കെ വിട്ടത് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. കണ്ടോ, അനുചിതമായ മുദ്രാവാക്യമാണത്. ഒരൊറ്റ നബിയും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ വേദത്തിലും വന്നിട്ടില്ല. ആ വേദം ഓതി മറിഞ്ഞ ആളാ മുപ്പര്. 4 വേദം ഓതി മറിഞ്ഞ ആളാ. ഒരൊറ്റ വേദത്തിലും പറഞ്ഞിട്ടില്ല. മറ്റ് വേദത്തിലൊന്നും പറഞ്ഞ് നമുക്ക് നോക്കേണ്ട ആവശ്യമല്ല, അതെല്ലാം മൻസൂഖായ വേദങ്ങളാ. ഖുർആനാകുന്ന വേദത്തിൽ എന്താ പറഞ്ഞത്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ പ്രവാചകരെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് കൂടെ ഞാൻ മറ്റാരെയും പങ്കു ചേർക്കുന്നതല്ല. ആരും ശിർക്ക് വെക്കൂല, അവനോട് മാത്രമേ ദുആ ചെയ്യുള്ളൂ. എന്നിട്ട് ഈ പോയത്തക്കാരൻ പറഞ്ഞെന്താ? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന അനുചിതമായ അർത്ഥശൂന്യമായ, കുറെ മലയാളം താൻ പഠിച്ചിട്ടുണ്ടെന്ന് വരുത്തി തീർക്കുക, അർത്ഥശൂന്യമായ ഈ വാക്യം ഒരൊറ്റ വേദത്തിലും ഇല്ല. എന്തൊരു ധൈര്യമാണ്! ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണത് കേൾക്കുമ്പോ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പഠിപ്പിച്ചിട്ടുള്ളൊരു തത്വം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വേദമല്ല നേറ്റേ പറയോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അല്ല നേറ്റേ പറയോ? അതായിരിക്കൂല. അവിടെ ദുആക്ക് പ്രാർത്ഥന എന്നർത്ഥല്ല എന്നാകും ഒരു പക്ഷേ മുസ്ലിയാക്കൾ പറയാ. അങ്ങനെയാണെങ്കിൽ പറയട്ടെ, തെളിയിക്കട്ടെ. അമ്പിയാക്കളൊക്കെ പറഞ്ഞത് ഇതാണ്. അമ്പിയാക്കളൊക്കെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല, അതുകൊണ്ട് എനിക്ക് ഇബാദത്തെടുക്കണം, അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കണം എന്നാണ് അമ്പിയാക്കൾ പറഞ്ഞത്. അള്ളാഹുവിന് മാത്രം പ്രാർത്ഥിക്കണം എന്ന് ഒരു നബിയും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മതി. അപ്പൊ തന്നെ ആളുകൾക്ക് മനസ്സിലായി എന്ത് ദുആ പാടില്ല. കാരണം എന്താ? തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവല്ലാത്തവർക്കുള്ള ദുആ അവർക്കുള്ള ഇബാദത്താണ് എന്ന് അമ്പിയാക്കളുടെ പ്രബോധിത സമൂഹത്തിന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ അബൂജഹൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കൂട്ടാക്കാതിരുന്നത് എന്തുകൊണ്ടാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം ഞാൻ അംഗീകരിച്ചാൽ പിന്നെ എനിക്ക് ലാത്തനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല, എനിക്ക് ഉസ്സനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല, എനിക്ക് ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ശരിക്കും മനസ്സിലായി അബൂജഹലിന്, മനസ്സിലായില്ലേ? അപ്പൊ ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ തന്നെ അമ്പിയാക്കളുടെ സമൂഹത്തിന് മനസ്സിലായി അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന ചെയ്യാൻ പാടില്ല. കാരണം ഒരാളൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ അതിനോട് പ്രാർത്ഥിക്കൂലേ? അത് സ്വാഭാവികമാണ്.
ഇതെന്റെ ആരാധ്യനാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് പ്രാർത്ഥിക്കുമെന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ആരാധനയിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാകുന്നു പ്രാർത്ഥന. ദുആ ഇബാദത്താണ്, ഇബാദത്ത് ദുആയാണ് എന്ന നിലക്ക് തഫ്സീറുകളിലൊക്കെ തഫ്സീർ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നിടത്ത് ഉഅ്ബുദൂനി എന്ന തഫ്സീർ കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം? ആ ദുആ ഇബാദത്താണ്, ഇബാദത്ത് ദുആയാണ്. വയുത്ലഖു ദുആഉ അയ്ളൻ അലൽ ഇബാദ, ദുആ എന്ന വാക്ക് ഇബാദത്തിനും ഉപയോഗിക്കാറുണ്ടെന്ന് റാഗിബുൽ ഇസ്ഫഹാനി അദ്ദേഹത്തിന്റെ അൽ മുഫ്രദാത്തിൽ എടുത്തു പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകൾ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് സൂറത്ത് നിസായിൽ യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാഥൻ വയദ്ഊന ഇല്ലാ ശൈത്താനം മരീദാ, അവർ ചില പെണ്ണുങ്ങളെയാകുന്നു വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ശൈത്താനെയാകുന്നവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നിടത്ത് തഫ്സീർ ഖാസിനിൽ കാണാം ലിഅന്ന മാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഇല്ലാ ഇനാഥ. കണ്ടോ, ഈ യദ്ഊന എന്ന് പറഞ്ഞ മാ യഅ്ബുദൂന. അപ്പൊ യദ്ഊന എന്നതിന് യഅ്ബുദൂന കൊണ്ടാ തഫ്സീർ കൊടുത്തത്. അവർ ചില പെണ്ണുങ്ങളെയല്ലാതെ എന്ന് പറഞ്ഞാൽ മലക്കുകളെയല്ലാതെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞത് കേട്ടോ. ലിഅന്ന കുല്ലമൻ അബദ ശൈഅൻ ഫഖദ് ദആഹു ലിഹാജതിഹി, ആരെങ്കിലും വല്ലതിനെയും ആരാധിച്ചാൽ ആവശ്യം വരുമ്പോൾ അതിനോട് പ്രാർത്ഥിക്കും. അത് സ്വാഭാവികമാണ്. ഏതൊന്നിനെ നമ്മൾ മഅബൂദായി കണ്ടോ അതിനോടാണ് ദുആ ഉണ്ടാവുക. അപ്പൊ മഅബൂദിനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥിക്കരുത് എന്നതിൽ മനസ്സിലായി. മനസ്സിലായില്ലേ? ആരാധ്യന്മാരോടാണ് പ്രാർത്ഥനയുണ്ടാവുക. അതുകൊണ്ട് ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥിക്കരുത് എന്ന അർത്ഥം കിട്ടി. അപ്പൊ ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്തർത്ഥായി? എന്നെ മാത്രമേ വിളിച്ചു തേടാവൂ എന്നുകൂടി അതിലർത്ഥായി. ഇബാദത്തിന് വേറെ എന്തെല്ലാം ഇനങ്ങളുണ്ട്, അതൊക്കെ അതിന് പെട്ടില്ലേ? എനിക്ക് മാത്രമേ നേർച്ച വഴിപാടുകൾ നടത്താവൂ, എന്നെ മാത്രമേ തവക്കുലാക്കാവൂ, എന്നിൽ മാത്രമേ റജാ പ്രതീക്ഷ വെക്കാവൂ എന്നിങ്ങനെ ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും ഉൾപ്പെട്ടെങ്കിൽ ആ കൂട്ടത്ര ഇനമാകുന്നു അള്ളാഹു അല്ലാത്ത പ്രാർത്ഥനയും. അപ്പൊ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയും അതിൽ ഉൾപ്പെട്ടു എന്നത് ആർക്കും വേഗം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു തത്വമാണ്. പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താ പറഞ്ഞത്? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപഴച്ചവൻ മറ്റാരുണ്ട്? ആരെയാ വിളിച്ച് തേടുന്നത്? മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും അവർക്ക് ഉത്തരം ചെയ്യാത്തവരെയാണ് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ആ പ്രാർത്ഥിക്കപ്പെടുന്നവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. വൈദാ ഹുശിറന്നാസു കാനൂ ലഹും അദാഅ, നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഇവർ അവർക്ക് ശത്രുക്കളായി മാറുന്നതാണ്. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. കണ്ടോ, ദുആ ഇബാദത്താണെന്ന് അവർ ചെയ്ത ആ ദുആ ആകുന്ന ഇബാദത്തിനെ ഇവർ തള്ളിപ്പറയും. വയ്യത്തീൻ ശൈഖ് തള്ളിപ്പറയും, ഈസ നബി തള്ളിപ്പറയും, ഉസൈർ നബി തള്ളിപ്പറയും, മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളിപ്പറയും, ബദരീങ്ങൾ തള്ളിപ്പറയും, ശൈഖ് ജീലാനി തള്ളി, അവരൊക്കെ പറയും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്, ഞങ്ങളോട് ദുആ ചെയ്യണമെന്ന് ഞങ്ങൾ എഴുത്തും പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഇവർ ഞങ്ങളെ പേരിൽ കള്ളം പറയുകയാണ് പടച്ചവനെന്ന്. പടച്ചവന്റെ മുമ്പിൽ വെച്ച് ആരാധിക്കപ്പെട്ട മഹാന്മാർ ആരാധിച്ചവരെ നോക്കി പറയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് എന്റെ സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞു, ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്, അവനാകുന്നു സർവാധിപത്യവും. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അവനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും ഉടമസ്ഥതയിലില്ല. ഒന്നിനും ഒരു മുൽക്കും അവർക്കില്ല, ഒരു ചുക്കും അവർക്ക് ഉടമസ്ഥതയിലില്ല. ഇൻ തദ്ഊഹും, അവരെ നിങ്ങൾ വിളിച്ചു തേടിയാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ വിളിയെ നിങ്ങളുടെ പ്രാർത്ഥനയെ അവർ കേൾക്കുന്നതല്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ, മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ല. 1000 വട്ടം കേട്ടിട്ടും കാര്യമില്ല. കാരണം വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവയിൽ മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, പലതും ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ജിന്നിനെ വിളിച്ചു തേടിയാ ജിന്ന് കേൾക്കും, പക്ഷെ ഉത്തരം ചെയ്യാൻ കഴിയോ? ഒരു മലക്കനെ വിളിച്ചു തേടിയാ ചിലപ്പോൾ മലക്ക് അവിടെ ഉണ്ടെങ്കിൽ കേൾക്കും, പക്ഷെ ഉത്തരം ചെയ്യാൻ കഴിയോ? കഴിയില്ല. നാം മരിച്ചോലാണെങ്കിലോ കേൾക്കുന്നല്ല. കണ്ടോ, അതുകൊണ്ടാ വലൗ സമിഉ, ഈ ഏതെങ്കിലുമൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ കേൾക്കുന്നവരാണെന്ന് വന്നാൽ തന്നെ മസ്തജാബുലക്കും, അവർക്ക് ആർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉത്തരം ചെയ്യാൻ സാധിക്കില്ല. 1000 വട്ടം കേട്ടിട്ടും കാര്യമില്ല, ഒറ്റ വട്ടം പോലും ഉത്തരം ചെയ്യാൻ കഴിയൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ്.
കണ്ടോ, എന്താ നിഷേധിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ആരാധിക്കണമെന്ന് എന്നവർ പറയും. കണ്ടോ, ഫലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് ഖുർആനിലുണ്ടോ? ഉണ്ട്. ഇത് ആയത്ത്, സൂറത്ത് ഫാത്തിറിലെ ആയത്ത്. പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഈ കാര്യം നിങ്ങളെ മുൻകൂട്ടി സൂക്ഷ്മമായി അറിയിച്ചു തരാൻ അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല എന്ന് പറഞ്ഞിട്ടാണ് സൂറത്ത് ഫാത്തിറിലെ ആ ആയത്ത് അവസാനിക്കുന്നത്. അപ്പൊ നോക്ക് നിങ്ങൾ, അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ വഴിപിഴച്ചവനാണ്. അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതല്ല. അവർ പ്രാർത്ഥിക്കപ്പെട്ട മഹാന്മാർ നാളെ പരലോകത്ത് അത് നിഷേധിക്കും. ആ കാര്യം അള്ളാഹു നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രവർത്തനത്തിലെ വിഡ്ഢിത്തം പരിശുദ്ധ ഖുർആൻ പല ആയത്തുകളിലായി അനാവരണം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. എന്നാ ഇപ്പോ നജീബ് മുസ്യാരും കൂട്ടരും പറയുന്നൊരു പുതിയൊരു വിദണ്ഡവാദമുണ്ട്. അതെന്താണെന്നറിയോ? അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നതിന് ദുആ എന്ന് അറബി ഭാഷയിൽ ഉപയോഗിക്കുകയില്ല. അല്ലല്ലാത്തവരോട് സഹായം തേടുന്നതിനെ സംബന്ധിച്ച് ദുആ എന്ന് ഉപയോഗിക്കൂല. ശുദ്ധ വങ്കത്തമാണത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഞാൻ നേരത്തെ ഓതിയത് അന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുവിനുള്ളതാകുന്നു. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവോടൊപ്പം നിങ്ങൾ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അപ്പൊ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയല്ലേ ദുആ എന്ന് പറഞ്ഞത്? അതല്ലേ സഹായം തട്ടല്ലേ? അത് സഹായം ചോദിച്ചിട്ടല്ലേ വിളിക്കുക? അതുപോലെ തന്നെ ഞാൻ ഓതി വെച്ചു ഒമൻ അദല്ലു മിമ്മൻ യദ്ഉ, അത് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ചല്ലേ യദ്ഉ എന്ന് ഉപയോഗിച്ചത്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അതും അതിനെ സംബന്ധിച്ചല്ലേ. അപ്പൊ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ ദുആ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവിടെ യദ്ഉന ഉപയോഗിച്ചത്. കേട്ടോ, ലാ യഖ്ലുഖൂന ശൈഅൻ, അവരൊന്നും പടക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, അവരാകട്ടെ പടപ്പുകളാണ്, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോ സൂറത്തുൽ ഫാത്തിറിൽ ഞാൻ ഓതി വെച്ച ആയത്തിലും അങ്ങനെ തന്നെയാ. വല്ലദീന തദ്ഉന മിൻ ദൂനിഹി, അല്ലാഹു നിങ്ങൾ ആരോടൊക്കെ ദുആ ചെയ്യുന്നോ അവർ ഒന്നിനെയും ഉടമപ്പെടുത്തുന്നില്ല. അപ്പൊ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടുന്നതിനെ സംബന്ധിച്ചും ദുആ എന്ന വാക്ക് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഉപയോഗിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല ഇമാം റാഗിബിന്റെ അൽ മുഫ്രദാത്തിൽ വളരെ വ്യക്തമായി തന്നെ ഇത്തരം സംഗതികൾ വിശദീകരിക്കുന്നിടത്ത്, ദുആന്റെ അർത്ഥം പറയുന്നിടത്ത് ഈ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കിതാബ് ദഅവാത്തിൽ ഫത്ഹുൽ ബാരിയിലും അതെടുത്തു പറഞ്ഞിട്ടുണ്ട്. കിതാബ് ദഅവാത്തിൽ ഫത്ഹുൽ ബാരി പറയുന്നു, ഇതാ അദ്ദുആഉ അത്വലബു, ദുആ എന്ന് പറഞ്ഞാൽ തേടലാണ്, അന്വേഷിക്കലാണ്, ചോദിക്കലാണ്. വദ്ദുആഉ ഇല ശൈഇൽ ഹസ്സു അലാ ഫിഅലിഹി, ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന അർത്ഥത്തിൽ പറയാം. വദഅഉത ഫുലാനൻ സഅൽതഹു, നീ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നീ ദഅഉതഹു, നീ അവനോട് ദുആ ചെയ്തു എന്ന് പറയാം. അപ്പൊ ഭാഷയിൽ അങ്ങനെ ചോദിക്കുക എന്നുള്ള അർത്ഥത്തില് വദഅഉതഹു ഇസ്തഗഫ്തഹു, നീ വല്ല സഹായവും തേടിയാൽ അതിനും ദുആ എന്ന വാക്ക് ഉപയോഗിക്കാം. വയുത്ലഖു ദുആ വഇലൽ ഇബാദ, ഇബാദ എന്ന അർത്ഥത്തിലും ദുആ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രല്ല വേറെയും കുറെ ആയത്തുകളിൽ ഈ പറഞ്ഞ ഇസ്തിഗാഥ എന്ന അർത്ഥത്തിൽ, സുആൽ എന്ന അർത്ഥത്തിൽ, നിദാ എന്ന അർത്ഥത്തിൽ, സനാ എന്ന അർത്ഥത്തിൽ, ഈ അർത്ഥത്തിലൊക്കെ ഖുർആനിലും ഹദീസിലും ദുആ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ അള്ളാഹ്ക്ക് മാത്രം എന്ന അർത്ഥത്തിലല്ല, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നതിനെ സംബന്ധിച്ചും ദുആ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരിപ്പോ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന അതാണ്. അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് മാത്രമേ പ്രാർത്ഥിക്കുക എന്ന് പറയുള്ളൂ. സൃഷ്ടികളോട് അപേക്ഷിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയില്ല. എന്ത്? അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിനെ ദുആ ചെയ്യുന്നതിനെ പറ്റി മാത്രമേ എന്ത് പറയുള്ളൂ? പ്രാർത്ഥന എന്നുള്ള വാക്ക് പറയുള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥന എന്ന് വാക്ക് ഉപയോഗിക്കാറില്ല. അതിനെന്താ തെളിവ്? ഡി ബാബു പോളിന്റെ വേദശബ്ദ രത്നാകരം. ബാബു പോൾ ആരാ? ഒരു ക്രിസ്ത്യാനിയായ IAS ഓഫീസർ. അയാൾ ബൈബിളിലെ മലയാളം ബൈബിളിൽ ഉപയോഗിച്ച പദങ്ങളുടെ അർത്ഥം പറയുന്ന ഒരു ഡിക്ഷണറി ഉണ്ടാക്കി. എന്നിട്ട് ഈ പാതിരി അതെടുത്തു. ബൈബിൾ ഡിക്ഷണറി എടുത്ത് ഖുർആനിലെയും ഹദീസിലെയും ആയത്തിന് അർത്ഥം പറയില്ല ആരാ? സാക്ഷാൽ പാതിരി. ഇയാൾ സാക്ഷാൽ പാതിരിയാ? അല്ല, ഇയാൾ ബൈബിൾ ഡിക്ഷണറി എടുക്കോ? ബൈബിൾ ഡിക്ഷണറി ഇയാൾ പറയാം വേദശബ്ദമാണ്, വേദശബ്ദത്തിന് അർത്ഥം പറയുന്നതാ വേദശബ്ദ രത്നാകരം. അത് ക്രിസ്ത്യാനികളെ വേദത്തിന് അർത്ഥം പറയണ. അള്ളാന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന് അർത്ഥം പറയാം ബാബു പോളുടെ ഡിക്ഷണറി എടുക്കുക. അപ്പോ ഹൃദരക്തം സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെയാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന മുദ്രാവാക്യം
എന്നാണ് മൗലാന ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നൊരു കൂട്ടർ 7 പതിറ്റാണ്ട് കാലമായി ശബ്ദം മുഴക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഇപ്പോൾ കർണാടക സ്റ്റേറ്റിലുമൊക്കെ ഒന്നിച്ചു ഓടി പടയോട്ടം തന്നെ നടത്തി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അനുചിതമായ വാക്കല്ലേ? ഇതിന് ഉദാഹരണം എങ്ങനെ പറയാം? നിങ്ങൾ നിരൂപിച്ചാൽ ധാരാളം ഉദാഹരണം കിട്ടും. എനിക്ക് തോന്നുന്നത് മെൻസസ്, പെണ്ണുങ്ങൾക്ക് മാസാന്തം പുറപ്പെടുന്നവർ രക്തം പുറപ്പെടുന്നതിനെ നമ്മൾ സാധാരണ മെൻസസ് നേരെയുള്ള ഉറുദു രക്തം എന്ന് മലയാളത്തിൽ പറയാറ്. ഇത് സ്ത്രീകൾക്ക് പുറപ്പെട്ടാലേ ഉറുദു രക്തം എന്ന് പറയൂ. പുരുഷന്മാർക്ക് എങ്ങാനും വല്ല രക്തസ്രാവം ഉണ്ടായാൽ അതിന് പേര് മാറും. അതിനാരും ഹൈല് എന്ന് അറബ് പറയൂല, ഉറുദു രക്തം എന്ന് മലയാളത്തിൽ പറയില്ല, മെൻസസ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് വേർഡായി സാധാരണ ഉപയോഗിച്ച് വരുന്നതും പറയില്ല. ഈ ഋതുരക്തം എന്ന സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്ന രക്തസ്രാവത്തെ ഋതുരക്തം സ്ത്രീകൾക്ക് മാത്രം എന്നൊരു കൂട്ടർ മുദ്രാവാക്യം മുഴക്കിയിട്ട് കേരളമൊട്ടാകെ നടന്നാൽ അതെന്തുമാത്രം അനുചിതമാണോ അതുപോലെ അനുചിതമല്ലേ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ശബ്ദവും? കേട്ടില്ലേ? ഋതുരക്തം സ്ത്രീകൾക്ക് മാത്രം എന്നൊരു കൂട്ടരിങ്ങനെ പറയാൻ കാരണം എന്താ? ഒരു കൂട്ടർ വാദിക്കാണ് ആണുങ്ങൾക്കും ഉണ്ടാകും ഋതുരക്തം, ആണുങ്ങൾക്കും ഉണ്ടാകും ഋതുരക്തം. അപ്പൊ ഞങ്ങൾ പറഞ്ഞെടുത്ത് ഇല്ല കൂട്ടരെ ഉണ്ടാവില്ല, ഋതുരക്തം പെണ്ണുങ്ങൾക്ക് മാത്രം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയേണ്ടി വന്നതാണ്. എന്താ മൂപ്പര ഉദാഹരണം? ആ ഉദാഹരണം ഇവിടെ ഒട്ടും ഫിറ്റല്ല. കാരണം ഹൃദരക്തവും ദ്വയും തമ്മിൽ എങ്ങനെയാ ഖിയാസാക്കല്? ഹൃദരക്തം എന്ന് പറഞ്ഞ ഒരു മനുഷ്യ പ്രകൃതിയുടെ ഭാഗമായി ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന രക്തസ്രാവം, അതിൽ അവൾക്ക് നിയന്ത്രണമോ സ്വാതന്ത്ര്യമോ ഇല്ല. അതേസമയത്ത് പ്രാർത്ഥന എന്നത് അയാൾ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രവർത്തനമാണ്. അത് പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു കാര്യത്തെ എങ്ങനെ ഇതേറ്റ് പറ്റാം? മുസ്ലിംമാർക്ക് പിന്നെ എപ്പോഴും ആജാതി ഉദാഹരണമല്ലേ ഓർമ്മ വരുള്ളൂ. അതങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഹൃദരക്തം സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെയാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന മുദ്രാവാക്യം എന്നാണ് മൗലാന ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് പറയേണ്ടി വന്നത്? ഹൃദരക്തം ആണുങ്ങൾക്കും ഉണ്ടാകും എന്ന് ചില പോയത്തക്കാര് ആയത്തും മദീതും മോദി ഇവിടെ സ്ഥാപിക്കാൻ നടക്കുമ്പോ ഞങ്ങൾ ആ പോയത്തക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, പോയത്തക്കാരാ അങ്ങനെ പറയല്ലേ, ഹൃദരക്തം പെണ്ണുങ്ങൾക്കേ ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വന്നതാണ്. അല്ലാഹുവല്ലാത്തവരോടുള്ള സഹായതേട്ടത്തെ പറ്റി പ്രാർത്ഥന എന്ന് പറയൂല എന്ന് ഇയാൾ പറഞ്ഞല്ലോ. എന്നാണ് നിങ്ങൾ നോക്ക്, ഇതേതാ ബുക്ക് എന്നറിയോ? അൽ ഖൗലു സദീദ് ഫീ റദ്ദി അത്തൗഹീദ്. അവിഭക്ത സമസ്തയുടെ നേതാവ് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാര് 1945 ഇറക്കിയ പുസ്തകമാണ്. സമസ്തക്കാരുടെ മ്യൂസിയത്തിൽ മാത്രം കിട്ടുന്നതാണ്. ഞങ്ങളൊക്കെ ഓരോ കോപ്പി പണ്ടേ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ 100ാമത്തെ പേജ് നിങ്ങൾ കേട്ടോ. അല്ലാഹുവല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാകട്ടെ, വലിയാകട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. അപ്പൊ അല്ലാത്തോട് സായം തേടുന്നതിനെ പറ്റി ഇവിടെ എന്താ ഉപയോഗിച്ചത്? പ്രാർത്ഥിക്കുക. അത് കല്ലാകട്ടെ, മരമാകട്ടെ, നബിയാകട്ടെ, വലിയാകട്ടെ. കണ്ടോ, കല്ലിനി മരത്തേക്ക് നബിന്റെയും വലിയന്റെ ഒപ്പം കൂട്ടി പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? നിങ്ങളെ ഹോജ പറഞ്ഞു, ഞങ്ങളല്ല കേട്ടോ. ഇസ്ലാമിന്റെ ശൈലി അത്. തവസ്സുൽ, ഇസ്തിഗാസ മുതലായത് നബിയോടോ വലിയോടോ പ്രാർത്ഥിക്കുകയോ അവരെ ആരാധിക്കുകയല്ലെന്ന് മുമ്പ് ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് അത് ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ലാന്നാണ് ഇപ്പൊ വിശ്വസിക്കണതോ. അത് ഹലാലാണ്, പുണ്യകർമാണെന്നാണ് ഇപ്പൊ വിശ്വസിക്കണത്. അപ്പൊ ഒന്നുകിൽ ഇപ്പൊ മുസ്ലിം അല്ലവര് എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ആ എഴുതിയ തെറ്റാണ് എന്ന് പറയേണ്ടി വരും. ഇതേ പുസ്തകത്തിന്റെ 133ാമത്തെ പേജിൽ കാണാം, എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ വന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിം പറയുന്നതുമല്ല. അത് കർത്താവിന്റെ സ്വപ്നദർശമോ അല്ലെങ്കിൽ പിശാചിനൊക്കെ ഇൽഹാമോ ആയിരിക്കാനേ വഴിയുള്ളൂ. മുസ്ലിങ്ങളാകട്ടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂവെന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിച്ചവരും അപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് മുസ്ലിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ആ വാക്ക് തന്നെ മെൻസ് സ്ത്രീകൾക്ക് മാത്രം എന്നതുപോലത്തെ വാക്കാണെങ്കിൽ അതാദ്യം ഉപയോഗിച്ചത് 1945 നിങ്ങളെ ഉസ്താദാണ്. അന്നത്തെ സമസ്തയിലെ 8 ഉലമാക്കന്മാർ പരിശോധിച്ച് തെറ്റ് തീർത്തതാണ്. അതിന്റെ പുറത്ത് തന്നെ പറയുന്നുണ്ട്, ഇതാ വന്ധ്യമശായുഹളായ മറൂം പാനായിക്കുളം അദ്രമാ മുസ്ലിയാർ, മറൂം ടി കുഞ്ഞായി മുസ്ലിയാർ നടക്കുന്ന 8 ഉലമാക്കൾ പരിശോധിച്ച് അവരുടെ അഭിപ്രായ കുറിപ്പുകൾ സഹിതമാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ SYSന്റെ സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ്, അയാളുടെ അവതാരികയിലുള്ളത് ചൊറഞ്ചാട്ടയിൽ തന്നെ.
അപ്പോ നിങ്ങൾ തന്നെ പണ്ട് പറഞ്ഞിട്ടാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് പണ്ട് പറഞ്ഞിരുന്നു. പക്ഷെ 1970-കളിൽ എത്തിയപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയൊന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. അതെന്താ? അർത്ഥന സമം അപേക്ഷ, പ്ര എന്നാൽ അലങ്കാരം മാത്രം. അപ്പൊ അർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക. പലരോടും നമ്മൾ പലരും അപേക്ഷിക്കാറുണ്ട്. പ്ര എന്ന് പറഞ്ഞാൽ വിശേഷിച്ചൊന്നുമില്ല, ഒരു അലങ്കാരം ചേർന്നു എന്ന് മാത്രം. അങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് പ്ര കൂട്ടണം. അർത്ഥന, പ്രാർത്ഥന. അർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷ. അപ്പൊ അപേക്ഷ എല്ലാവരും പറ്റും, പ്രാർത്ഥന എല്ലാവരും പറ്റും എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങി. എത്രയോ സ്ഥലത്തുകൾ എഴുതി, മയ്യത്തീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ചോദ്യം. അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുണ്ട്. പൊന്മളയുടെ ഫത്വ അല്ലേ? അപ്പൊ പ്രാർത്ഥന എന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനും പറയും, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനും പറയും. യാതൊരു വ്യത്യാസവും അതിലില്ല. മുസ്ലിയാക്കന്മാർ പറഞ്ഞ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാണ്. എന്നിട്ട് ഇവര് പ്രാർത്ഥനയ്ക്ക് നിർവചനം പറയുന്നത് എങ്ങനെയോ? റാസി പറഞ്ഞിട്ടുണ്ട്, വഹഖീഖത്തു ദുആഇ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു ജല്ല ജലാല അൽ ഇനായ. ദുആ എന്നതിന്റെ നിർവചനം ഒരു അടിമ ജല്ല ജലാലായ തന്റെ റബ്ബിനോട് പരിഗണനയെ തേടലാണ്. വസ്തിംദാദുഹു ഇയ്യാഹു അൽ മഊന, അവനോട് സഹായത്തെ തേടലാണ്. അപ്പോ ഇതാണ് അള്ളാഹിനോട് മാത്രമുള്ളതിനെ ദുആ എന്ന് പറയൂ എന്നതിന് തെളിവായി ഉദ്ധരിക്കുന്നത്. വാസ്തവത്തിൽ ഈ പറഞ്ഞത് ഇസ്ലാം അംഗീകരിച്ച ദുആ. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നിർവചിച്ചതാ. ഇസ്ലാം അംഗീകരിച്ച ദുആ നിർവചിച്ചാൽ അല്ലാതെ പ്രാർത്ഥന എന്നതിനെ മൊത്തത്തിൽ നിർവചിച്ചതല്ല റാസി. അത് മുസ്ലിയാക്കന്മാര് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു വിഷയം എന്താ നരികള് പലപ്പോഴും പറയുന്നതാണ്, പ്രാർത്ഥനയ്ക്ക് ഭാഷയിൽ അപേക്ഷ എന്നർത്ഥമുണ്ട്, യാചന എന്നർത്ഥമുണ്ട്, ആഗ്രഹിച്ച് ചോദിക്കൽ എന്നർത്ഥമുണ്ട്. ഇതൊന്നും അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല. പ്രാർത്ഥനയ്ക്ക് ഭാഷയിൽ പല അർത്ഥമുണ്ട്. പക്ഷേ ഒരിക്കലും തന്നെ ഈ പ്രാർത്ഥന അപേക്ഷ രണ്ടും ഒരേ അർത്ഥത്തിൽ എപ്പോഴും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപേക്ഷാ ഫോർ എന്ന് പറയുന്നിടത്ത് പ്രാർത്ഥനാ ഫോർ എന്ന് പറയോ? കുട്ടികളെ ചേർക്കേണ്ടവർ പ്രിൻസിപ്പാളോട് പ്രാർത്ഥിക്കേണ്ടതാകുന്നു. പ്രാർത്ഥനാ ഫോറം ഓഫീസിൽ കിട്ടും, പറയലുണ്ടോ? പറയില്ല. അപ്പൊ സന്ദർഭത്തിനനുസരിച്ച് അതൊക്കെ മനസ്സിലാക്കേണ്ടതുമുണ്ട്. ഇവിടെ കേരള സുന്നി ജമാഅത്തിന്റെ പരിപാടി നടക്കുകയാണ്, മൗലാന പ്രസംഗിക്കുന്നുണ്ട്, എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പറയോ? ഇല്ല, അപേക്ഷിക്കുന്നു എന്നാ പറയാ. അപ്പൊ അപേക്ഷക്കും പ്രാർത്ഥനക്കും രണ്ടു തരം അർത്ഥമുണ്ട്. എല്ലാ അപേക്ഷക്കും പ്രാർത്ഥന എന്ന് പറയില്ല. അത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏതൊരു മുസ്ലിമിനും മനസ്സിലാകുന്ന കാര്യമാണത് എന്നതിൽ യാതൊരു സംശയമല്ല. യേശുവിനോട് പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു, മൊയ്തീൻ ശേഖിനോട് പ്രാർത്ഥിച്ചു, മമ്പറം തങ്ങളോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് ശരിക്കും അറിയുന്നതും മുസ്ലിമീകൾ അതനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. അതിന്റെ അർത്ഥം ശരിക്കും എല്ലാവർക്കും മനസ്സിലാവും. ഉസ്താദേ, നിങ്ങൾ എനിക്കൊണ്ടിരുന്ന് ദ്വയർക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പ്രാർത്ഥിക്കണം എന്നാണ്. നിങ്ങൾ ജീലാനി തങ്ങളോട് എനിക്ക് വേണ്ടി ഒന്ന് ദ്വയർക്കണം എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം പ്രാർത്ഥിക്കണം തന്നെയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അതെല്ലാം മുസ്ലിയാക്കന്മാര് പുതിയ പുതിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ശിർക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കാണ്. പിന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എല്ലാ വിളിയും ശിർക്കാണോ? നമ്മളാരും പറഞ്ഞിട്ടില്ല എല്ലാ വിളിയും ശിർക്കാണ്. പറഞ്ഞോ? ഇല്ല. ശിർക്കാകുന്ന ചില വിളികളുണ്ട്, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോ സർപ്പം വിഷമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ സർപ്പം വിഷമാണ്, സൂക്ഷിക്കണം. അപ്പൊ ഒരു കൂട്ടർ വന്നിട്ട് പറയാണ്, എല്ലാ സർപ്പവും വിഷമാണോ? എല്ലാ ഇഴജന്തുക്കളും സർപ്പമാണോ? അങ്ങനത്തെ പോയത്തക്കാരെ ചോദ്യം എന്നല്ലാതെ വേറെ എന്താ ഇതിന് പറയാ? സർപ്പം വിഷാണ്, അത് സൂക്ഷിക്കണം എന്നാൽ അത് സൂക്ഷിച്ചാൽ മതി എന്നതുപോലെ ശിർക്കാകുന്ന ചില വിളികളുണ്ട്, അത് നമ്മൾ നടത്താൻ പാടില്ല. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർ പല കാര്യങ്ങൾക്കും വിളിക്കലും ചോദിക്കലും ഒക്കെ ഉണ്ട്. സഹായം ചോദിക്കലുണ്ട്, സഹായം ചോദിച്ചാൽ സഹായിക്കും വേണം. പുണ്യത്തിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം, കുറ്റകരമായ കാര്യങ്ങൾ നിങ്ങൾ സഹായിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. സ്വാഭാവികമായും നല്ലൊരു കാര്യത്തിന് നമ്മളോടൊരാൾ സഹായം തേടിയാൽ അവരെ സഹായിക്കാൻ നമ്മുടെ ബാധ്യതയാണ്, അല്ലേ? അങ്ങനെ സഹായം തേടൽ നമ്മളെ സംബന്ധിച്ച് അനുവദിച്ചതും ചിലപ്പോഴൊക്കെ പുണ്യവുമാണ്. അതുപോലെ വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാന യദ്ദു ഫി ഔനി അഖീഹി, ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുമ്പോഴൊക്കെ അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സഹായിക്കാൻ നമുക്ക് നിർബന്ധമായിരിക്കും. നമ്മുടെ അയൽവാസി വിശന്നിരിക്കുമ്പോൾ നമ്മോട് വന്നിട്ട് ഭക്ഷണം ചോദിച്ചു, നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിട്ട് നമ്മൾ കൊടുത്തില്ല,
എങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. നാം ഇങ്ങനെ പോകുമ്പോൾ ഒരു സഹോദരൻ വീണ് കിടക്കുന്നു, ചോരയിൽ കുളിച്ച്, അവനെടുത്ത് ആശുപത്രിയിൽ എത്തിക്കൊണ്ട് ചികിത്സ നൽകുക, അത് നമുക്ക് കഴിവുണ്ടോ? അത് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ നാളെ പടച്ചവൻ നമ്മോട് ചോദിക്കും. അപ്പൊ മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ മനുഷ്യരോട് ചോദിക്കാം. അതൊരിക്കലും തന്നെ പ്രാർത്ഥനയാണെന്നോ ശിർക്കാണെന്നോ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്യം, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം, സഹായമർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് സഹായമർത്ഥിക്കണം. ഇമാം നവവിയുടെ 40 ഹദീസുകളിൽ 19ാമത്തെ ഹദീസായി ഹദീസ് കൊടുത്ത ശേഷം ഇമാം നവവി അതാ വിശദീകരിക്കുന്നു. ഇതാ ഇശാറത്തുൻ ഇലാ ഇദാ സഅൽത ഫസ്അലില്ലാ എന്ന വാക്ക് ഇശാറത്തുൻ ഇലാ അന്നൽ അബ്ദ ലാ യംബഗി ലഹു അൻ യുഅല്ലിക സിർറഹു ബിഗൈരില്ലാ. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തെ അല്ലാഹുവല്ലാത്തവരുമായി അവൻ ബന്ധിക്കാവതല്ല. ബൽ യതവക്കലു അലൈഹി ഫീ സായിരി ഉമൂരിഹി. അവൻ എല്ലാ കാര്യത്തിലും അവൻ അല്ലാഹുവിൽ വരമേൽപ്പിക്കണം. പിന്നെ നബവി പറയാണ്, നബവി തന്നെ വിശദീകരിക്കാം, സുമ്മ ഇൻ കാനത്തിൽ ഹാജത്തുൽ ലത്തി യസ്അലുഹാ ലം തജ്രിൽ ആദത്തു ബിജറയാനിഹാ അലാ ഐദി ഖൽഖിഹി. എന്നാൽ ഇയാൾ ആവശ്യപ്പെടുന്ന കാര്യം അത് സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരൽ പതിവില്ലാത്ത കാര്യമാണ്. ഏതുപോലെ ഖതല ബിൽ ഹിദായ, ഹിദായത്തിനെ ചോദിക്കുക. വൽ ഇൽമി വൽ ഫഹ്മി ഫിൽ ഖുർആനി വസ്സുന്ന, ഖുർആനിലും സുന്നത്തിലും എനിക്ക് അറിവും ഗ്രാഹ്യതയും ഉണ്ടാകണേ. വശിഫാഇൽ മർളി, എന്റെ രോഗിയുടെ രോഗം സുഖപ്പെടുത്തണേ. വഹുസൂലിൽ ആഫിയത്തി മിൻ ബലാഇ ദുനിയ വഅദാബിൽ ആഖിറ, ദുനിയാവിലെ പരീക്ഷണത്തിൽ നിന്നും ആഖിറത്തെ ശിക്ഷയിൽ നിന്നും എനിക്ക് സൗഖ്യം നൽകണമേ, രക്ഷ നൽകണമേ എന്നിങ്ങനെ സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരൽ പതിവില്ലാത്ത കാര്യങ്ങളാണ് ഒരടിമ ചോദിക്കുന്നതെങ്കിൽ സഅല റബ്ബഹു ദാലിക, തന്റെ റബ്ബിനോട് തന്നെ അവൻ അത് ചോദിക്കണം. എന്നാൽ വഇൻ കാനത്തിൽ ഹാജത്തുൽ ലത്തി യസ്അലുഹാ ജറത്തിൽ ആദത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല യുജ്രി അലാ ഇദി ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളുടെ കൈക്ക് നടത്തി വരുന്നതായ കാര്യങ്ങളിൽപ്പെട്ട വല്ലതുമാണ് അവൻ ചോദിക്കുന്നതെങ്കിലോ, ഏതുപോലെ കൽഹാജാത്തിൽ മുതഅല്ലിഖത്തി ബിഅസ്ഹാബിൽ ഹിറഫ്, തൊഴിലുടമകളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, വസനായി ഫാക്ടറി ഉടമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വൗലാത്തുൽ ഉമൂർ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൃഷ്ടികളുടെ കൈക്ക് അല്ലാഹു നടത്തി വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ യസ്അലുല്ലാഹ തആല, അയാൾ അല്ലാഹുവിനോട് ചോദിക്കണം. എന്താ? അൻ യഅതിഫ അലൈഹി ഖുലൂബഹും, അവരുടെ ഹൃദയം തന്റെ നേരെ കനിവുള്ളതാകാൻ. ഇപ്പൊ നിങ്ങൾക്ക് 500 രൂപ കടം വേണം രാവിലെ, പടച്ചോനെ എനിക്ക് 500 രൂപ ഉണ്ടാകുന്ന വീട്ടിൽ കിടന്നാൻ പറ്റുമോ? പറ്റൂല. 500 രൂപ ഇപ്പൊ ആരേക്കെന്നാ കിട്ടുക? ആരാ ഇപ്പൊ 500 രൂപ തരാൻ കൈവുള്ള ഇവിടെ ഉള്ളത്? ആലോചിച്ചിട്ട് ഓന്റെ വീട്ടിൽ പോകണം, ഓൻ എപ്പോഴാ എണീക്കുക, ഓന്റെ ഗേറ്റ് എപ്പോഴാ തുറക്കുക എന്നൊക്കെ നോക്കി ചെന്നു പോകുമ്പോ എപ്പോഴും ചേർക്കണം, പടച്ചോനെ എനിക്ക് 500 തരാൻ ആജിയർക്ക് തോന്നിക്കണേ റബ്ബേ, എന്റെ വിഷമിച്ച് കാണുന്നുണ്ടല്ലോ എന്ന് അള്ളഹാനോട് പറയാ. പക്ഷെ ചോദിക്കേണ്ടത് ആരോടാ? ചോദിക്കേണ്ടത് മുതലാളിനോടാ. ജോലിയില്ല, ഇന്ന ഫാക്ടറി പോയാൽ അവിടെ ജോലി കാളെടുക്കുന്നുണ്ടെന്ന് കേട്ടു. മുതലാളി കുറച്ച് പരിക്കനാണ്, എന്നാലും ചില ആളോടൊക്കെ നല്ല കനിവാണ്. ഇപ്പൊ നമ്മൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടി കടം വാങ്ങി തൊലഞ്ഞിരിക്കുക. അപ്പൊ ഫാക്ടറിന്റെ മുമ്പിൽ ഇങ്ങനെ ചെന്ന് ഇന്റർവ്യൂവിന് വന്നാലിപ്പോ ഇങ്ങനെ നിന്നു. അപ്പൊ എന്താ വേർക്കണ്ട്? പടച്ചോനെ എന്നെ കണ്ടിട്ട് അയാൾക്ക് ഒരു കനിവ് തോന്നി, എനിക്കൊരു ജോലി തന്നാ മതിയായിരുന്നു. പടച്ചോനെ അയാളെ ഹൃദയത്തിൽ എന്നോട് കനിവ് തോന്നിക്കണേ. പക്ഷെ ചോദിക്കേണ്ടത് ആരോടാ? ഫാക്ടറി ഉടമയോട് തന്നെ. അപ്പൊ കാര്യങ്ങൾ 2 സൈസ് ഉണ്ട്. ജനങ്ങളുടെ കൈക്ക്, സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കണം. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതാണ് ഹിദായത്തിനെ ചോദിക്കുക, അത് അള്ളാഹിനോടാ ചോദിക്കേണ്ടത്. രോഗിയെ രോഗം മാറ്റി അള്ളാഹിനോടാ ചോദിക്കേണ്ടത്. ഖുർആനിലും സുന്നത്തിലും ഇൽമും ഫഹമും ഉണ്ടാകുക, അള്ളാഹിനോടാ ചോദിക്കേണ്ടത്. ഇങ്ങനെ 2 തരം കാര്യങ്ങൾ ഉണ്ടെന്നും ആ ചോദിക്കൽ അള്ളാഹിനോട് ചോദിക്കേണ്ടതും സൃഷ്ടികളോട് ചോദിക്കേണ്ടതും വേറെയുണ്ടെന്നും ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വ്യക്തമായി പഠിപ്പിക്കാണ്. അപ്പൊ അള്ളാഹു സൃഷ്ടികൾക്ക് കൊടുത്ത കഴിവുണ്ട്, അതേസമയം സൃഷ്ടികൾക്ക് കൊടുക്കാത്ത അള്ളാഹു മാത്രമുള്ള കഴിവുണ്ട്. ഈ 2 കഴിവ് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ മുമ്പ് മുതലേ പഠിപ്പിച്ചു പോന്നിട്ടുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാ സഹായത്തിന്റെയും യഥാർത്ഥ ഉടമ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു നമ്മെ സഹായിക്കുന്നത് 2 രൂപത്തിലാണ്. ഒന്ന്, കാര്യകാരണ ബന്ധങ്ങൾക്കെല്ലാം ഉപരിയായുള്ള നേരിട്ടുള്ള സഹായം. എങ്ങനെ എന്നെ സഹായിച്ചു എനിക്കെന്നെ പറയാൻ കഴിയൂല, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാ എന്ന് പറയും അല്ലേ. കുടുങ്ങിയെന്ന് ഞാൻ വിചാരിച്ചതാ, എല്ലാവരും എന്നെ കൊടുക്കാനും വിചാരിച്ച ഞാനെങ്ങനെ രക്ഷപ്പെട്ടു. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾ എങ്ങനെ ഒപ്പിച്ചാലും ചിലപ്പോൾ ഒക്കൂല. അങ്ങനെ അങ്ങോട്ട് സഹായം കിട്ടി.
എവിടുന്ന് ആ മനുഷ്യൻ അവിടെ വന്നു എനിക്കറിയില്ല, എന്നെ അയാളെ രക്ഷിച്ചു. അങ്ങനെയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലതിലൂടെയും നമുക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും. പിന്നെ കാര്യകാരണ ബന്ധത്തിനകത്തുള്ള സഹായം, ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ സഹായ തേട്ടം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള സഹായമാണ് എന്ന് പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ ചോദിക്കും, അതിനെന്താ തെളിവ്? എന്താ തെളിവ്? കാര്യകാരണ ബന്ധത്തിനകത്തുള്ള കാര്യങ്ങൾ പരസ്പര സഹായം ചോദിക്കാം, അത് ചോദിക്കേണ്ടതാണ്, ചോദിക്കൽ അനുവദനീയമാണ് എന്നൊക്കെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വേറെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആനിൽ വൈരുദ്ധ്യം വരാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതുകൊണ്ട് അർത്ഥം അറിയുമെന്ന് പറയണം, കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള സഹായമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂറ്റനാട് മുസ്ലിയാര് ഇയ്യാക നസ്തഈൻ അർത്ഥം എഴുതിയപ്പോ വിശദീകരണം എഴുതി എന്താണെന്നറിയോ? എന്നാൽ കാര്യകാരണങ്ങളെ ബന്ധപ്പെടുത്തി അള്ളാഹു പലതിൽ കൂടിയുമാണ് അവന്റെ സഹായഹസ്തം നമുക്ക് നീട്ടിത്തരുന്നത്. അതിനാൽ ഉപരിസൂചിതമായ യാഥാർത്ഥ്യം വിസ്മരിക്കാതെ മറ്റുള്ളവരോട് സഹായമർത്ഥിക്കുവാൻ അനുവദിക്കപ്പെട്ടതാകുന്നു. ഗുണകരമായ കാര്യത്തിൽ പരസ്പരം സഹായിക്കുവാൻ നാം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വതആവനു അലൽ ബിർരി വത്തഖ്വാ. അപ്പൊ സഹായം രണ്ട് തരണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ സഹായം തേട്ടം എന്ന് പറയുന്നത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മനുഷ്യരോട് നമുക്ക് സഹായം തേടാം. അതിന് ഇയ്യാക നസ്തഈൻ എതിരല്ല. അതിനപ്പുറത്തുള്ള സഹായങ്ങളെ സംബന്ധിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ രണ്ടു തരം സഹായം ഉണ്ടെന്നത് ഞങ്ങൾ പുതുതായി ഉണ്ടാക്കിയതല്ല. ഇവരിപ്പോ എങ്ങനെയാ പറഞ്ഞത്? ഇബ്നു തൈമിയ്യ വരുന്നവരെ അങ്ങനല്ല, ഈ വഹാബികൾ ഉണ്ടാക്കിയത് അങ്ങനെ രണ്ട് തരം. എന്നാ നോക്കിക്കോ, റാസി അതാ പറയുന്നു, ഹുവല്ലദി അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ എന്ന സൂറത്ത് അംഫാലിൽ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അവനാകുന്നു നിങ്ങളെ ശക്തിപ്പെടുത്തിയത്. മുഹമ്മദ് നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ താങ്കളെ ശക്തിപ്പെടുത്തിയത് അല്ലാഹുവാണ്. ബിനസ്രി അവന്റെ സഹായം കൊണ്ടും, വബിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളെ കൊണ്ടും. എന്നിട്ട് റാസി പറയാണ്, ഫഇൻ ഖീല ലമ്മാ ഖാല ഹുവല്ലദി അയ്യദക ബിനസ്രിഹി, അവന്റെ സഹായം കൊണ്ട് അവൻ നിന്നെ ശക്തിപ്പെടുത്തി എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ, ഫഅയ്യു ഹാജത്തിൻ മഅ നസ്രിഹി ഇലൽ മുഅ്മിനീൻ, പടച്ചോന്റെ സഹായം ഉണ്ടെങ്കിൽ പിന്നെ മുഅ്മിനീങ്ങളെ സഹായം എന്ന് അവിടെ പറയേണ്ട ആവശ്യം എന്താ? ഹത്താ ഖാല വബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൊണ്ടും എന്ന് പറഞ്ഞ എന്തിനാണ്? ഖുൽന, അത് നമുക്ക് പറയാനുള്ള മറുപടി ഇതാണ്, അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ്, ശക്തിപ്പെടുത്തൽ അല്ലാഹുവിൽ നിന്നല്ലാതെ ഉണ്ടാവൂല. ലാകിന്നഹു അലാ ഖിസ്മൈനി, പക്ഷേ ആ ശക്തിപ്പെടുത്തൽ, സഹായിക്കൽ രണ്ട് വിധത്തിലുണ്ട്. അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദ. കണ്ടോ, അറിയപ്പെട്ട സാധാരണമായ കാര്യകാരണ ബന്ധങ്ങളുടെ മാധ്യമത്തിലൂടെ അല്ലാതെ ലഭിക്കുന്ന സഹായം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉപരിയായി ലഭിക്കുന്ന സഹായം. വസ്താനി രണ്ടാമത്തേത്, മാ യഹ്സുലു ബിവാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദ, സാധാരണയായി അറിയപ്പെട്ട കാരണങ്ങളുടെ മാധ്യമമായിക്കൊണ്ട് അതിലൂടെ ലഭിക്കുന്ന സഹായം. ഫൽ അവ്വലു ഹുവൽ മുറാദു മിൻ ഖൗലിക അയ്യദക ബിനസ്രിഹി, കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉപരിയായുള്ള സഹായം എന്നാണ് അള്ളാഹു തന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. വസ്താനി രണ്ടാമത് പറഞ്ഞ കാര്യകാരണ ബന്ധത്തിനകത്തുള്ള സഹായം, ഹുവൽ മുറാദു മിൻ ഖൗലിഹി വബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൊണ്ട് ശക്തിപ്പെടുത്തി എന്ന വാക്കുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. സുമ്മ ഇന്നഹു തആല ബയ്യന അന്നഹു കൈഫ അയ്യദഹു ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൊണ്ട് എങ്ങനെയാണ് റസൂലിനെ അല്ലാഹു ശക്തിപ്പെടുത്തിയത് അത് അല്ലാഹു വിവരിച്ചു. ഫഖാൽ വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ നബിക്ക് വേണ്ടി അല്ലാഹു ഇണക്കി കൊടുത്തു. ലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫത ബൈന ഖുലൂബിഹിം, ഭൂമിയിലുള്ളത് മുഴുവൻ നീ ചെലവഴിച്ചാലും മുഹമ്മദേ അവരുടെ ഹൃദയങ്ങളെ കോർത്തിണക്കുവാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ല. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, പക്ഷേ അല്ലാഹു അവരുടെ ഹൃദയങ്ങളെ ഇണക്കി തന്നു. അപ്പൊ സഹായം രണ്ട് തരണ്ടോ? സഹായം രണ്ട് തരണ്ട്. ഒന്ന് കാര്യകാരണ ബന്ധത്തിലൂടെ ലഭിക്കുന്ന സാധാരണ സഹായം, മറ്റൊന്ന് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള സഹായം. അപ്പൊ ചോദ്യവും രണ്ട് തരണ്ട്. കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള സഹായം അത് അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. കാര്യകാരണ ബന്ധത്തിലുള്ള സഹായം അത് മനുഷ്യരോട് ചോദിക്കണം. അതാണ് നേരത്തെ ഇമാം നവവി പറഞ്ഞതും. അപ്പൊ ഇങ്ങനെ സഹായം രണ്ട് തരണ്ട് എന്ന് മുജാഹിദീങ്ങളോ ഇവരത്തെ വിഭജിച്ചല്ല, നവവി വിഭജിച്ചു, റാസി വിഭജിച്ചു. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കോ? ഇനി നിങ്ങൾ നോക്ക്, നമസ്കാരത്തിൽ എന്തൊക്കെ പ്രാർത്ഥിക്കാം എന്ന ചർച്ചയിൽ ഇത്ഹാഫിന്റെ 3-ാം വാല്യത്തിൽ കാണാം, വമിന സഹാബി അബി ഹനീഫത മൻ യഖൂൽ, അബൂ ഹനീഫയുടെ കൂട്ടുകാരിൽ ഇപ്രകാരം വാദിച്ച് പറഞ്ഞവരുണ്ട്, യജൂസു ദുആഉ ബിമാ ലാ യുത്ലബു ഇല്ലാ മിനല്ലാഹ്. ആണോ, അല്ലാഹുവിൽ നിന്നല്ലാതെ മറ്റാരോടും തേടപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള ദുആകള് നിസ്കാരത്തിലാവാം. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ നിസ്കാരത്തിൽ നമുക്ക് ചോദിക്കാം. വഅമ്മാ ഇദാ ദഅ ബിമാ യുംകിനു അൻ യുത്ലബ മിനൽ ആദമിയ്യീന,
എന്നാൽ മനുഷ്യന്മാരോട് ചോദിക്കൽ സാധ്യമാകുന്ന കാര്യങ്ങളാണ് നിസ്കാരത്തിൽ ചോദിച്ചതെങ്കിലോ ബതലത്തു സലാത്തുഹു, ഓന്റെ നിസ്കാരം ബാത്തിലാകും. അപ്പൊ രണ്ടു തരം ചോദ്യം ഉണ്ട് അവിടെ വന്നില്ലേ. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ നിസ്കാരത്തിൽ ചോദിക്കാം. മനുഷ്യന്മാരോട് ചോദിക്കേണ്ട വല്ല കാര്യങ്ങളും എനിക്കൊരു പെണ്ണെട്ടിച്ചു തരുമോ എന്ന് നിസ്കാരത്തിൽ ചോദിച്ചാ നിസ്കാരം ബാത്തിലായി. മനസ്സിലായില്ലേ? അപ്പൊ ഖുറാബി മനസ്സിലാക്കി വെച്ചോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയേ എന്ന് നബി കാണും കേൾക്കുന്ന വിചാരത്തില് നബിനോട് മുഖാത്തബത്ത് നടത്തിയ ആ നിയ്യത്തിൽ പറഞ്ഞ നിസ്കാരം ബാത്തിലായി പോകുന്നു. ഞങ്ങൾ ഇതൊന്നും കാണാതെയല്ല, ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഞങ്ങൾ ഇതൊക്കെ നടക്കണേ. ഞങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അന്നും ഇന്നും എന്നും വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങള് ഹൊസങ്കടിയിൽ വെച്ച് ചോദിച്ചു, അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുമോ? കൊണ്ടോട്ടി ചോദിച്ച ചോദ്യാത്. കൊണ്ടോട്ടി സംഭവത്തിൽ ചോദിച്ചപ്പോൾ ആദ്യം ചോദിച്ചിട്ട് മിണ്ടുന്നില്ല, വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ചോദിച്ചു. അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുമോ? അപ്പോ മൊയ്തീൻ സയ്യിദ് കുയിപ്പുറം എന്ന് പറഞ്ഞ മുസ്ലിയാർ പറഞ്ഞു, ലാ പറ്റൂല, എഴുതി വെച്ചോ, നീ കാസറ്റ് പിടിച്ചോ, പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഹൊസങ്കടിയിൽ അതേ ചോദ്യം ചോദിച്ചപ്പോ പേരോട് മുസ്ലിയാർ എന്താ പറഞ്ഞോ, അങ്ങനെ അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം സൃഷ്ടികളോട് ചോദിക്കേണ്ട കാര്യം ഇങ്ങനെ ലിസ്റ്റ് തരും, അപ്പൊ പറഞ്ഞുതരാ. ഞങ്ങളെല്ലാം അള്ളാഹിനോടാ ചോദിക്കല് എന്നൊരു അതിന്റെ കൂടെ പറയുകയും ചെയ്തു. നിങ്ങളെല്ലാം അള്ളാഹിനോടാ ചോദിക്കണമെന്നാണോ ഞങ്ങളെ ചോദ്യം? അള്ളാഹിനോട് ചോദിക്കണ എല്ലാ കാര്യവും അള്ളാഹിന്റെ പടപ്പുകളോട് ചോദിക്കാൻ പറ്റുമോ? അതറിയേണ്ടത്. അത് ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി കിട്ടിയിട്ടല്ല. ഒരു പ്രമേഹ രോഗി ഡോക്ടറോട് എന്നിട്ട്, സാർ സാധാരണ എല്ലാവരും കഴിക്കണമൊക്കെ എനിക്കും കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറയാ, ഞാനെല്ലാം കഴിക്കാറുണ്ട്. മൂപ്പരെല്ലാം കഴിക്കാറുണ്ടോ എന്നാണോ ഇയാൾക്ക് അറിയേണ്ടത്? എന്ന പോലെ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇയാൾ പറയാണ്, ഞങ്ങളെല്ലാം അള്ളാഹിനോടാ ചോദിക്കല്. അങ്ങനെ രണ്ടു തരം ചോദ്യം ഉണ്ടെങ്കിൽ ലിസ്റ്റിങ് തരി എന്നാ പറഞ്ഞത്. അതേസമയം കൊണ്ടോട്ടി എന്ന് പറഞ്ഞതോ പറ്റൂല, എഴുതി വെച്ചോ, കാസറ്റ് പിടിച്ചോ എന്ന്. കണ്ടോ? അപ്പൊ എന്താണ് തൗഹീദെന്ന് ഇത്ര കാലം ചൊറിഞ്ഞു മാന്തി ഓതിയിട്ടും ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതെന്നാ ഞങ്ങൾ പറയുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കുക, ചില കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുക, അങ്ങനെ വ്യത്യാസം തന്നെയല്ല. അത് നിങ്ങളും ഇബ്നു തൈമിയ്യ ഉണ്ടാക്കിയതാണെന്നാ. ചില കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുക, ചില കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കുക എന്നുള്ളത് ഇബ്നു തൈമിയ്യ ഉണ്ടാക്കിയതാണ്, വഹാബികൾ ഉണ്ടാക്കിയതാണ്. ഒരു വ്യത്യാസമില്ല. എന്നാ പിന്നെ നവവി പറഞ്ഞതോ, റാസി പറഞ്ഞതോ, നിസ്കാരത്തിൽ എന്തൊക്കെ പ്രാർത്ഥിക്കാമെന്ന ചർച്ചയിൽ ഇത്തിഹാഫിൽ പറഞ്ഞതോ അതന്നെ ബദായുസനായിലും പറഞ്ഞിട്ടുണ്ട് ആളുകള്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും ഇബ്നു തൈമിയ്യ ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ തൗഹീദിനെ വിശദീകരിച്ച മുസ്ലിം പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വലിയൊരു വെല്ലുവിളി ഉണ്ട്. എന്താണെന്നറിയോ? ദുആ എന്നതിന് വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥമാണ് വഹാബികൾ പറയുന്നത്. അങ്ങനെ ഒരർത്ഥം എവിടെയും ഇല്ല. ഒന്നുകിൽ വിളി അല്ലെങ്കിൽ പ്രാർത്ഥന, രണ്ടും കൂടി പറയാൻ പറ്റൂല. വിളിച്ചു എന്ന് പറയാ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു എന്ന് പറയാ. കാരണം എന്താ? വിളിക്കാതെയും പ്രാർത്ഥിച്ചുകൂടെ? കൈയൊന്നും പൊന്തിക്കാതെ നാവൊന്നും അനങ്ങാതെ ഇങ്ങനെ നിന്നിട്ടും പ്രാർത്ഥിച്ചൂടെ? പ്രാർത്ഥിക്കാം, യാതൊരു സംശയമല്ല. പക്ഷേ പ്രാർത്ഥിക്കാതെയും വിളിച്ചൂടെ? പ്രാർത്ഥന അല്ലാത്ത എത്ര വിളിയുണ്ട്. പ്രാർത്ഥിക്കാതെ വിളിക്കാം, വിളിക്കാതെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുകൊണ്ട് രണ്ടും കൂടി പറയാൻ പറ്റൂല. ഇതാ വെല്ലുവിളി. പക്ഷെ ഒരു കാര്യം മൂപ്പര് സമ്മതിച്ചു, ഇത് മുജാഹിദീങ്ങളെ ബുക്കിൽ മാത്രമല്ല കേട്ടോ, ഭൂമി മലയാളത്തിൽ ഇറങ്ങിയ എല്ലാ ഖുർആൻ പരിഭാഷയിലും അങ്ങനെയാണുള്ളത്.